സർക്കാർ വർദ്ധിപ്പിച്ച നിരക്കിനെ സംഘടന അംഗീകരിക്കാതിരുന്നിട്ടും പിന്നെന്തിനാണ് നഴ്സുമാർ സർക്കാരിനെതിരെയുള്ള സമരം നിർത്തിയത്? കാരണം നേതാവ് ജാസ്മിൻ ഷായാണോ? യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ പ്രസിഡന്റായിരുന്ന ജാസ്മിൻ ഷാ വിദേശത്തു നിന്ന് ഹവാലപ്പണം കടത്തിയെന്ന പരാതിയിലും ED അന്വേഷണം തുടങ്ങിയതോടെ നഴ്സുമാർക്കിടയിൽ കടുത്ത ആശയക്കുഴപ്പമാണ്. ജാസ്മിൻ ഷായ്ക്കെതിരെ കേന്ദ്ര ഏജൻസി നടപടികൾ എടുത്തുന്ന വാർത്ത പുറത്തുവന്നത് നഴ്സുമാർ ഇപ്പോൾ നടത്തുന്ന സമരത്തിന്റെ തന്നെ പ്രഭ കുറച്ചെന്നാണ് ഒരു വിഭാഗം നഴ്സുമാർ പറയുന്നത്. സംഘടനയുടെ പണം നേതാക്കൾ തന്നെ വെട്ടിച്ചെന്ന കണ്ടെത്തൽ സംഘടനയെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നഴ്സുമാർ സംഘടനയ്ക്ക് വരിസംഖ്യയായും മറ്റും നൽകിയ പണമാണ് തിരിമറി നടത്തിയതായി ED കണ്ടെത്തിയിരിക്കുന്നത്. UNAയുടെ ഫണ്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വകമാറ്റി ചെലവഴിച്ചെന്ന് കണ്ടെത്തിയ ED കഴിഞ്ഞ ദിവസം ജാസ്മിൻ ഷായുടെയും കൂട്ടാളികളുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹവാലപ്പണം കടത്തിയെന്ന ആരോപണത്തിലും അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിവന്ന സമരം സർക്കാർ ശമ്പള പരിഷ്കരണം നടത്തിയെന്ന പ്രഖ്യാപനം നടത്തിയതിന് തൊട്ടു പിന്നാലെ അവസാനിപ്പിച്ചതിനെതിരെയും ഒരു വിഭാഗം നഴ്സുമാർക്ക് അതൃപ്തിയുണ്ട്. സർക്കാർ വർദ്ധിപ്പിച്ചെന്ന നിരക്കിനെ സംഘടന അംഗീകരിച്ചിട്ടില്ല, പിന്നെന്തിനാണ് സർക്കാരിനെതിരെയുള്ള സമരം നിർത്തിയതെന്നാണ് ഇവർ ചോദിക്കുന്നത്. ജാസ്മിൻ ഷായ്ക്കെതിരെ കേസുകൾ നിലവിലുള്ളതിനാൽ അതിൽ പിടിവീഴുമെന്നതുകൊണ്ടാണ് സർക്കാരിനെതിരെയുള്ള സമരം പെട്ടെന്ന് നിർത്തിയതെന്നാണ് ഉയരുന്ന ആരോപണം. സർക്കാരിനോടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ റാലിയെ സമരക്കാർ കൂവി വിളിച്ച് പരിഹസിച്ചതിന്റെ പ്രശ്നം തീർക്കാൻ ഉടൻ റിയാസിനെ പുകഴ്ത്തി ജാസ്മിൻ ഷാ രംഗത്ത് വന്നതും ഇതേ കാരണം കൊണ്ടാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ചില സ്വകാര്യ ആശുപത്രിയിൽ മാത്രം തെരഞ്ഞുപിടിച്ച് സമരം നടക്കുന്നതിലും പലരും അതൃപ്തിയിലാണ്. ഇതിനിടെ സമരത്തിലുണ്ടായിരുന്ന കൂടുതൽ പേർ തിരികെ ജോലിയിൽ പ്രവേശിച്ചു തുടങ്ങിയതും നേതൃത്വത്തെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിയ നഴ്സുമാരെ നാട്ടിലെത്തിക്കുന്നതിന്റെ പേരിൽ കോടികൾ സമാഹരിച്ചെന്നാണ് ജാസ്മിൻ ഷായ്ക്കെതിരെയുള്ള ഒരു പരാതി. കൊച്ചി പറവൂർ സ്വദേശി MR അജയനാണ് ജാസ്മിൻ ഷായുടെ ഹവാല കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജോയിന്റ് ഡയറക്ടർക്ക് പരാതി നൽകിയത്. സൗദി അറേബ്യ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സമാഹരിച്ച തുക ഉപയോഗിച്ച് ജാസ്മിൻ ഷാ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 30 കോടിയുടെ വസ്തുവകകൾ വാങ്ങിയെന്ന് പരാതിയിൽ പറയുന്നു. കൊച്ചി നെട്ടൂർ സ്വദേശി മുഹമ്മദ് അലിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന്റെയും മലപ്പുറം സ്വദേശികളായ ഷമീർ, അഷ്റഫ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ട്രാവൽസിന്റെയും പേരുകളിലാണ് നഴ്സുമാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ഡോക്യുമെന്റേഷൻ നടത്തിയത്. ഇതിലൂടെ കോടികളുടെ ഹവാല ഇടപാടുകൾ നടന്നെന്നും അനധികൃത പണശേഖരണവും വിനിയോഗവും സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും EDക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ആരോപണം നേരിട്ട മുൻ MLA MK കണ്ണനുമായി ജാസ്മിൻ ഷായ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നെന്നും പരാതിക്കാരൻ ആരോപിച്ചിരുന്നു. ജാസ്മിൻ ഷായുടെ ഹവാല ഇടപാടിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലും MR അജയൻ ഹർജി നൽകിയിട്ടുണ്ട്. UNA ഫണ്ട് തട്ടിപ്പ് കേസിൽ ജാസ്മിൻ ഷായുടെയും കൂട്ടാളികളുടെയും സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. ജാസ്മിൻ ഷായ്ക്ക് പുറമെ ഭാര്യ ഷബ്ന, അസോസിയേഷൻ മുൻ ഭാരവാഹികളായ ബിബിൻ N പോൾ, ഷോബി ജോസഫ് എന്നിവരുടെ 5 വസ്തുവകകളും 4 ഫിക്സഡ് ഡെപ്പോസിറ്റുകളും ഉൾപ്പെടെ ഏകദേശം 1.44 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി ജില്ലകളിലെ ഭൂമിയും ഫ്ളാറ്റുകളും കണ്ടുകെട്ടി. അസോസിയേഷന്റെ പണം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും ആഡംബര വസ്തുക്കൾ വാങ്ങാനും ഉപയോഗിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഈ കേസിൽ EDയുടെ വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ED ഉപയോഗിച്ച് തങ്ങളെ ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്നാണ് ജാസ്മിൻ ഷായുടെ പ്രതികരണം.